ഇപ്പോൾ സംവിധായകൻ ശ്രീ സിബി മലയിൽ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ. ശ്രീ സിബി മലയിൽ, താങ്കൾക്കും ജയചന്ദ്രൻ എന്ന ഗായകനുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ടാകും. എങ്ങനെയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്? അദ്ദേഹം വ്യക്തി എന്ന നിലയ്ക്ക് എത്രത്തോളം അടുപ്പമുണ്ടായിരുന്നു? ജയേട്ടനെ ഞാൻ സിനിമയിലെത്തിയ കാലം തൊട്ട് തന്നെ അറിയാം. ഞാനും ഏതാണ്ട് എൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്ത് 10-15 വർഷം ചെന്നൈയിലായിരുന്നു. ആ സമയത്ത് അദ്ദേഹം അവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. അങ്ങനെ ചെന്നൈയിൽ വെച്ച് തന്നെ വളരെ അടുത്ത പരിചയം. പിന്നെ നമ്മളുടെ റെക്കോർഡിങ്ങുകൾ വരുമ്പോൾ ഉണ്ടാകുന്ന കൂടുതലായിട്ടുള്ള സൗഹൃദം നമുക്ക് രൂപപ്പെട്ടതാണ്. തീർച്ചയായിട്ടും അദ്ദേഹം അങ്ങനെ വളരെ പെട്ടെന്ന് എല്ലാവരുമായിട്ട് അങ്ങോട്ട് അടുക്കുകയും ചെയ്യുന്ന ഒരാളല്ല. സമയമെടുക്കും അദ്ദേഹം ഒരാളുമായിട്ടൊന്നൊരു ഒരു സൗഹൃദത്തിലേക്ക് എത്താനായിട്ട്. പക്ഷേ ഞാനുമായിട്ട് എൻ്റെ സിനിമകളിൽ അദ്ദേഹം പാടാൻ വരുമ്പോഴൊക്കെയും ആ സ്നേഹവും സൗഹൃദമൊക്കെ പുലർത്തിയിരുന്ന ആളാണ്. ഇത്ര പെട്ടെന്നുള്ള ഒരു വിയോഗം നമ്മളാരും പ്രതീക്ഷിച്ചതുമല്ല. കാരണം അദ്ദേഹത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു വിയോഗം സംഭവിക്കുമെന്നുള്ളത് ആരും പ്രതീക്ഷിച്ചതല്ല. ജയേട്ടനെ സംബന്ധിച്ചിടത്തോളം 60 വർഷങ്ങളോളം മലയാളികൾ, 6 പതിറ്റാണ്ടുകൾ മലയാളികൾ കേട്ട ദാസേട്ടനോടൊപ്പം തന്നെ, ദാസേട്ടന് വലിയൊരു ബിംബമായിട്ട് നിൽക്കുമ്പോൾ അതോടൊപ്പം മറ്റൊരു ഗായകന് സ്പേസ് ഉണ്ടാക്കിയെടുത്ത്, തൻ്റേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്ത് മലയാളികളെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ ആസ്വദിപ്പിച്ച അപൂർവമായ ഗായകരിൽ ഒരാൾ തന്നെയാണ് അദ്ദേഹം. ദാസേട്ടനെ നമ്മൾ ഗാനഗന്ധർവൻ എന്ന് വിളിക്കുമ്പോൾ ജയേട്ടനെ നമ്മൾ ഭാവഗായകൻ എന്ന് വിളിക്കുന്നു. തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ അത് ശരി തന്നെയാണ്. കാരണം ജയേട്ടൻ പാടുമ്പോൾ ആ പാട്ടുകൾക്ക് ഒരു പ്രത്യേക ഭാവം ഉണ്ടാകുന്നുണ്ട്. മ്യൂസിക് കമ്പോസറുടെ അദ്ദേഹം കമ്പോസ് ചെയ്ത ട്യൂണിന് ആ പാടുന്ന വരികളെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഭാവം നൽകാൻ ശ്രമിക്കുന്നുണ്ട്. ആ കഥാസന്ദർഭത്തെ ശബ്ദത്തിലൂടെ എക്സ്പ്രസ് ചെയ്യാനൊക്കെ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. കാരണം ദാസേട്ടനെ പോലെ ഒരു ഗരിമയുള്ള ഒരു ശബ്ദത്തിൻ്റെ ഒപ്പം തന്നെ അതേ തലയെടുപ്പോടെ നിൽക്കാൻ മറ്റൊരു ഗായന് കഴിയുക എന്നുള്ളത് ഒരിക്കലും സാധ്യമാകുന്നൊരു കാര്യമല്ല. പക്ഷെ അത് ഈ 60 വർഷക്കാലവും മലയാളികളുടെ ഒപ്പം ഈ 2 ശബ്ദങ്ങൾ നമ്മൾ മലയാളികളെല്ലാം കേട്ട് വളർന്ന ശബ്ദമാണത്. അത് ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെല്ലാവരെയും ഏറെ വേദനിപ്പിക്കുന്നത്. തീർച്ചയായും വളരെ നന്ദി ശ്രീ സിബി മലയിൽ. ഈ ഘട്ടത്തിൽ ഓർത്തതിന് ചെന്നൈ കാലം മുതൽക്കുള്ള ഓർമ്മകളാണ് അദ്ദേഹം പങ്കുവച്ചത്.